ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടി തന്റെ ആദ്യത്തെ ബ്രസീൽ സ്ക്വാഡ് ഇന്നലെ രാത്രി പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനപ്പെട്ട പല താരങ്ങളും ഈ ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യം സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് നെയ്മർ ഈ സ്ക്വാഡിൽ ഇടം നേടിയേക്കും എന്നായിരുന്നു ഇന്നലെ വരെയുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ഈ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. കാർലോ ആഞ്ചലോട്ടി നെയ്മറെ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. അതിന്റെ പ്രധാന കാരണം നെയ്മർ 100% ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നെയ്മറുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് നെയ്മറെ കാർലോ ആഞ്ചലോട്ടി ടീമിൽ ഉൾപ്പെടുത്താതെ പോയത്. അതിനുള്ള ഒരു വലിയ വിശദീകരണം കാർലോ ആഞ്ചലോട്ടി പ്രസ് കോൺഫറൻസിൽ നൽകുകയും ചെയ്തിരുന്നു. നെയ്മറെ കുറിച്ച് ആഞ്ചലോട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: നല്ല ഷേപ്പിൽ ഉള്ള താരങ്ങളെ സെലക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. നെയ്മർ ഒരുപാട് കാലമായി പരിക്കിന്റെ പിടിയിലായിരുന്നു. നെയ്മർ വളരെ പ്രധാനപ്പെട്ട താരമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എപ്പോഴും പ്രധാനപ്പെട്ട താരമായിരിക്കും. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ പല താരങ്ങളും പരിക്കിന്റെ പിടിയിലാണ്. നെയ്മറെ പോലെ അവർക്കൊന്നും ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പ്രതിഭാധനരായ താരങ്ങൾ ബ്രസീൽ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും നെയ്മറെ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ബ്രസീൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്. വേൾഡ് കപ്പിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ബ്രസീലിലേക്ക് മടങ്ങിയെത്തിയത്. ഞാൻ ഇന്ന് രാവിലെ നെയ്മറുമായി സംസാരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താത്തത് എന്നത് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോകും. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്നലെ രാവിലെ നെയ്മറുമായി സംസാരിച്ചു. അങ്ങനെ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് നെയ്മറെ ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിട്ടുള്ളത്. പൂർണ്ണമായും ഫിറ്റ് ആവാനുള്ള ഒരു സമയം നെയ്മർക്ക് അനുവദിച്ച് നൽകുകയാണ് കാർലോ ആഞ്ചലോട്ടി ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.